വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയപ്പോൾ ഉള്ള ഒരു പ്രതികരണങ്ങൾ കണ്ടില്ലേ? വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം, അതുപോലെ സുകുമാരൻ നായരുടെ പ്രതികരണം ശ്രദ്ധിച്ചായിരുന്നു? അതിനകത്തെ ഒരു മാറ്റം, വെള്ളാപ്പള്ളിക്ക് ഒരു പദം വന്നതുപോലെ അല്ലേ? കുറച്ച് അത് പദം എന്ന് പറയാൻ പറ്റൂല. അത് ഓരോ തവണയും പുതിയ ഭരണകർത്താക്കൾ വരുമ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൻ്റെ ഒരു രീതിയാണത്. അല്ല, ഭയമുണ്ട്. കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് കെ സി വേണുഗോപാൽ വരും, കെ സി വേണുഗോപാൽ വന്നാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷെ വി ഡി സതീശൻ വരുമെന്ന് അദ്ദേഹത്തിന് ഒരു ഉറപ്പുമില്ലായിരുന്നു. അപ്പോൾ എന്താണ് ഈ 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളിയ മാത്രമാണ്. എന്തോ ഞാൻ അന്ന് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ച ആളാണ്. അതിനുശേഷം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? ഞാൻ അങ്ങനെ പലതും പറയും എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടുപേരുടെ നിലപാട് വന്നപ്പം എന്താണ് വെള്ളാപ്പള്ളി നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിപ്പോൾ സുകുമാരൻ നായർ പറയാൻ തുടങ്ങി. സുകുമാരൻ നായർ എന്ന് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ത് കാര്യം എന്നുള്ള രീതിയിലാണ്. മുസ്ലിം ലീഗ് അല്ല, കോൺഗ്രസ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിലേക്ക് വീണ്ടും വരുന്നു. വി ഡി സതീശനേക്കാൾ അർഹതയുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണെന്ന് പറയുന്നു. അങ്ങനെ പലതും സുകുമാരൻ നായരും പറയുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത് കഷ്ടമായി പോയി എന്നാ സുകുമാരൻ നായർ പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രശ്നം എന്താണെന്നറിയാം? വെള്ളാപ്പള്ളിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. വെള്ളാപ്പള്ളിയുടെ പേരിൽ കുറേ കേസുകളുണ്ട്. ക്രിമിനൽ കേസുകൾ തന്നെ ഉണ്ട്. വേറെ ഈ സംരക്ഷണ ബന്ധപ്പെട്ട അല്ലാതെ തന്നെ കുറേ ക്രിമിനൽ കേസുകളുണ്ട്. അത് കൂടാതെ ഇപ്പം പുള്ളിയൊക്കെ ഏറ്റവും പ്രധാനം ഈ കേസുകളല്ല. ഈ കേസുകളുടെ കാര്യത്തിൽ പുള്ളിയെ ഇനി ഒന്നും ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും പ്രായമൊക്കെ ആയി, എങ്ങനെയും ഒക്കെ കോടതിയിലും ഒക്കെ പോയി എങ്ങനെയും അത് പുള്ളിയുടെ വിഷയം കോളേജ് അധ്യാപക നിയമനമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയ്ക്കും മലപ്പുറംകാർക്കും മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനുമെതിരെ രൂക്ഷമായ വർഗവിവേചനം കാണിക്കുകയും പറയുകയും ചെയ്തതാണ്. ഇനി ഒരു അപകട സാധ്യതയുള്ളത് മിക്കവാറും ലീഗിനാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി വിദ്യാഭ്യാസ വകുപ്പുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിന് വീണ്ടും ലീഗിന് തന്നെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ തൻ്റെ കാര്യം ഘട്ടത്തിലാവും എന്നുള്ള കാര്യം വെള്ളാപ്പള്ളിക്ക് നന്നായിട്ട്. അതെ. അതുപോലെ വ്യവസായ വകുപ്പ് ലീഗിന്, അതെ, സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൻ്റെ കയ്യിൽ തന്നെ പോകും. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് അവർ റദ്ദ് ചെയ്യാൻ പോകുന്നത് ഈ 87 കോളേജ് അധ്യാപക തസ്തികകൾ എസ്.എൻ. ട്രസ്റ്റിന് അനുകൂലമായിട്ട് അനുവദിച്ച പിണറായി സർക്കാരിൻ്റെ നടപടിയായിരിക്കും. അതെ, അത് ഉറപ്പാണ്. ഒരു തസ്തികയ്ക്ക് 1.10 കോടി, അതായത് 1,10,00,000 രൂപ വീതമാണ് അദ്ദേഹം കോഴയായിട്ട് വാങ്ങുന്നത്. അത് നമ്മൾ പറഞ്ഞതല്ല, ഇത് നമ്മൾ പറയുന്നതല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് SNDP സംരക്ഷണ സമിതി എന്ന പേരിൽ വെള്ളാപ്പള്ളിക്കെതിരെ പട നയിക്കുന്ന അഡ്വക്കേറ്റ് ചന്ദ്രസേനും കൂട്ടരുമാണ്. അവർ പത്രസമ്മേളനം നടത്തി കൊല്ലത്ത് പറഞ്ഞതാണ്. അതായത് 128ഓളം അധിക തസ്തികകൾ ഈ കോളേജിൽ കിടക്കുകയാണ്. ആ സമയത്താണ് വീണ്ടും നിയമനം നടത്തി ആളെന്തിനും കാശ്മീർ നിയമനം നടത്തി. അതെ, 128 തസ്തികകൾ അധികമാണ്. കാരണം എസ്.എൻ. ട്രസ്റ്റിൻ്റെ കോളേജുകളിൽ 128 അധ്യാപകർ അധികമാണ്. കുട്ടികളില്ല, ബാച്ചുകളില്ല. അല്ല, ഈ സാധാരണയുള്ള കോഴ്സുകൾ ഇപ്പം ഡിഗ്രി കോഴ്സുകളൊക്കെ തന്നെ കോളേജുകളിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളില്ല. എല്ലാ കുട്ടികളും പ്രൊഫഷണൽ കോഴ്സ് ഇപ്പം തിരക്കി പോകും. അതെ, അപ്പം അങ്ങനെ വന്ന സമയത്ത് ആണ് ഈ പെട്ടെന്ന് 87 അധ്യാപക തസ്തികകൾ കൂടി ഇവർക്ക് അനുവദിക്കും. ഏതായാലും സർക്കാർ ഈ 87 തസ്തികകൾ റദ്ദാക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ലാഭമേ ഉള്ളൂ. പൈസ കൊടുത്താൻ്റെ കാര്യം ഘട്ടത്തിലാവുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇതിൻ്റെ പിരിവ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എനിക്കറിയാം, നമ്മുടെ അടൂര്, പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇതിൻ്റെ പകുതി പൈസ വീതം മിക്ക ആൾക്കാരും കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലീഗിൻ്റെ കയ്യിൽ വിദ്യാഭ്യാസ വകുപ്പ് എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവർ ഇത് ചെയ്യും. അതിൻ്റെ പുറമെ ഈ അധികമായിട്ട് കിടക്കുന്ന അധ്യാപകരെ ഒന്നുകിൽ പറഞ്ഞു വിടുക, അല്ലെ പുനർവിന്യസിക്കാനുള്ള നീക്കം തുടങ്ങും. അതുകൊണ്ട് ഇനിയും വരുന്ന ഒരു വർഷങ്ങളിലും കുറഞ്ഞത് ഒരു 15 വർഷത്തേക്ക് ഒറ്റ അധ്യാപക വേക്കൻസി പോലും ഉണ്ടാകാതെ. മാത്രമല്ല, സുകുമാരൻ നായർ ഇനി ഈ പഴയതുപോലെ രമേശ് ചെന്നിത്തലാണെങ്കിൽ ചെന്ന് പറയാം, എനിക്ക് തസ്തി തരണമെന്ന് പറയാം. അതെ, സതീശൻ്റെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ. സതീശൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. അപ്പം ഇതിനകത്ത് വെള്ളാപ്പള്ളി പെട്ടുപോയി എന്ന് വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളാപ്പള്ളി, അത് ഭയങ്കര രസമാണ്. ആ ചാടിക്കളി ശ്രദ്ധിച്ചിട്ടില്ല. 3 പേരെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അല്ല, ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് വരെ പിണറായി വിജയനായിരിക്കും മുഖ്യമന്ത്രി, ഇവർ സതീശനും രമേശ് ചെന്നിത്തലയൊന്നും ഒന്നിനും കൊള്ളത്തില്ല, സതീശനൊന്നും ഇതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ ആൾ ഇലക്ഷൻ കഴിഞ്ഞ് ശതമാനം വന്ന് ഇവരെ കണക്കുകൂട്ടൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി നേരെ പ്ലേറ്റ് തിരിച്ചു. സതീശൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്, മറ്റേ അദ്ദേഹം ആകാൻ യോഗ്യനാണ്, ഇതെല്ലാം പറഞ്ഞു. അതിനുശേഷം വീണ്ടും വിഷയം ഉണ്ടാകുന്നു. എവിടെയാ? എക്സിറ്റ് പോൾ വരുന്ന ഉടനെ ഇവർ ചാണക്യ ടുഡേ അങ്ങനെ ഒരു എക്സിറ്റ് പോൾ വന്നല്ലോ. ഈ എക്സിറ്റ് പോളിനകത്ത് നേരെ തിരിച്ചു പറഞ്ഞു. ഏതാ? CPM അധികാരത്തിൽ വരുമെന്ന രീതിയിൽ ഇവർ വ്യാഖ്യാനിച്ചു. അത് പക്ഷേ സത്യമല്ലായിരുന്നു. ആ വ്യാഖ്യാനം സത്യമല്ല. പക്ഷേ അത് കണ്ടുകൊണ്ട് വെള്ളാപ്പള്ളി വീണ്ടും കയറി പിണറായി വിജയൻ വീണ്ടും വരും എന്നുള്ള രീതിയിൽ സംസാരിച്ചു.
പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതോടെ വീണ്ടും വെള്ളാപ്പള്ളിക്ക് പ്രതീക്ഷ വന്നു, KC വേണുഗോപാലും മുഖ്യമന്ത്രിയാകും. അതെ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പുള്ളി വിചാരിച്ചു. അപ്പൊ അന്നേരത്തെ പുള്ളി KCക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പണ്ട് തോപ്പിക്കാൻ നടന്ന ആളാണ്. അതാണ് സതീശൻ ഒരിക്കലും കിട്ടില്ല എന്നുള്ള രീതിയിലായത്. ഇപ്പൊ അവസാനം സതീശൻ മുഖ്യമന്ത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ കിളി പോയി പുള്ളിയുടെ. അവിടെയാണ് അത് സംഭവിച്ചത്. മാത്രം സതീശന്റെ പ്രത്യേക സതീശൻ കണിച്ചുകൊള്ളാൻ കഴിയോ പെരുന്നേല് പോയി കാല് വീഴുന്ന അവിടെ ആ ഒരു അപകടമാണ് രണ്ടുപേരും തിരിച്ചറിയുന്നുണ്ട്. ഈ രണ്ടുപേരും ഈ അപകടം കാരണം ഇവരുടെ സമുദായത്തിനെയോ ഈ സമുദായ അംഗങ്ങളെയോ ഭയപ്പെടുന്നില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം അവർ കൊടുത്തു കഴിഞ്ഞു. പണ്ട് ഓർമ്മയുണ്ട്, BM സുധീരൻ പെരുന്നേൽ പോയിട്ട് പോപ്പനെ കണ്ടില്ല, അവിടെ അദ്ദേഹം മന്ന സമാധി പോയിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. അത് വലിയ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. ഗോപി ഓടിച്ചു വിട്ടു അവിടെ ചെന്നിട്ട്. അപ്പൊ ആ ഒരു ഇതില്ല. പിന്നെ ഇവരുടെ ഒരു ഭയം എന്താണെന്നറിയോ, ഇത് മൃഗീയ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുന്നു. മുസ്ലിം ലീഗ് ആരെയാണോ കണ്ടുവച്ചത് അവർ തന്നെ. അല്ല, ഇവർ ഒരുപാട് വിചിത്രമായ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. മുസ്ലിം മാനേജ്മെന്റിന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെന്നൊക്കെ. ഈ SN ട്രസ്റ്റിനും അല്ലെങ്കിൽ NSSനും ഒക്കെ മന്നത്തിന്റെയോ അതല്ലെങ്കിൽ R ശങ്കറിന്റെയോ കാലത്ത് കിട്ടിയ കോളേജുകളല്ലാതെ ഇവർക്ക് പല കോളേജുണ്ട്. കോളേജ് കിട്ടിയെങ്കിൽ പോലും അതിന്റെ പേര് SN കോളേജ് എന്നല്ല. മറ്റേ വെള്ളാപ്പള്ളി നടേശൻ സപ്തതി സ്മാരകം, ഷട്ടുപൂർത്തി സ്മാരകം, അങ്ങനെയൊക്കെയാണ്. അതാണ് അവരുടെ അവസ്ഥ. അതുപോലെ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജോ എഞ്ചിനീയറിംഗ് കോളേജോ തരാമെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞ പോലെ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞവരാണ്. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. അല്ലേ, ഇത് ഇപ്പം സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് കാണിച്ചത് കൊലച്ചതിയായി പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിന് കീഴടങ്ങി. അതായത് ഈ ഭൂരിപക്ഷങ്ങളുടെ ന്യൂനപക്ഷ സമുദായങ്ങൾ പിടിമുറുക്കുന്നു, അത് ഇവിടുത്തെ പിന്നെ സാമൂഹിക നീതിക്ക് യോജിക്കുന്നതല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. എന്ത് സാമൂഹിക നീതി? സ്വന്തം സമുദായക്കാർക്ക് രണ്ടുപേരും സാമൂഹിക നീതി ഉറപ്പാക്കാറുണ്ട്. ഈ SNDP ഒക്കെ എന്നെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട വീട്ടിലൊരുത്തൻ വിദ്യാഭ്യാസ ജോലിക്ക് വന്നാൽ അവന് ജോലി കൊടുക്കും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്, ഈ ഒരു ഇലക്ഷനോട് കൂടി സമുദായ നേതാക്കൾക്ക്, അതായത് പ്രധാനമായും SNDPക്കും NSSനുമുള്ള ആ ഒരു ബാർഗൈനിങ് പവർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയുള്ള ബാർഗൈനിങ് പവർ, അല്ല സമുദായത്തിന് വേണ്ടിയുള്ള ബാർഗൈനിങ്. അപ്പൊ അതിൽ പോയതിൽ വളരെ നിരാശയിലാണ് രണ്ടുപേരും. ഈ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കത്തേ ഉള്ളൂ. വെള്ളാപ്പള്ളിയുടെ കളി നമുക്കറിയാം. വെള്ളാപ്പള്ളി ആദ്യം പിണറായി വിജയനെതിരായിരുന്നു, ഓർക്കുന്നുണ്ട്. പിണറായി വിജയനെതിരായിരുന്ന വെള്ളാപ്പള്ളി പൊട്ടുന്നതിനെ പ്ലേറ്റ് തിരിച്ചു വെള്ളാപ്പള്ളി പിണറായിയുടെ കാലിൽ വീണിട്ടാണ്. അല്ല, മോൻ കേന്ദ്രത്തിന്റെ കാര്യം നോക്കും, അച്ഛൻ സംസ്ഥാനത്തിന്റെ കാര്യം, ജയിലിലാവാതിരിക്കാൻ അതല്ലേ വഴിയുള്ളൂ. അങ്ങനെ ഉള്ള ഒരു പിന്നെ എന്താ പറയുന്നത്, ചാടിക്കളി. രണ്ട് വള്ളത്തെ കാലി ഔട്ടാൻ ഇവർ ശ്രമിച്ചു. അതാണ് സംഭവിച്ചത്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പായി, VD സതീശൻ വന്നോടെ ഈ സമുദായ നേതാക്കൾക്കെല്ലാം ഭയമായിരിക്കുക. അത്രേ ഉള്ളൂ. ആ ഒരു ഭയമായിരിക്കും. പലതരം ഭയങ്ങൾ. അതിന് പക്ഷേ ഇതിനകത്ത് ഭയം രണ്ട് തരത്തിലാണ്. വെള്ളാപ്പള്ളിക്ക് ഭയക്കാനുണ്ട്, മറ്റേ പുള്ളിക്കില്ല. ഇതിനകത്ത് സുകുമാരൻ നായർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഭരിക്കുന്നത് ഒരു നായരാണെങ്കിൽ പോലും ഇതിന്റെ കടിഞ്ഞാൺ അങ്ങ് പാണക്കാട്. തരൂരിനെ ഡൽഹി നായരെന്ന് പറഞ്ഞാൽ പിന്നീട് തിരുത്തി. അതുപോലെ നാളെ ഇനി എന്താണ് നമ്മുടെ VD സതീശനെ ചിലപ്പോൾ അദ്ദേഹം തിരുത്തുമായിരിക്കും. പറവൂർ നായർന്നോ മലപ്പുറം നായർന്നോ ഒക്കെ വിളിക്കുമായിരിക്കും, നെട്ടൂർ നായർന്നോ മറ്റോ പറഞ്ഞിട്ട്. ഇത് എന്താണെങ്കിലും വളരെ ശക്തമായ ഒരു അടിയാണ് ഈ സമുദായ നേതാക്കൾക്ക് വന്നിരിക്കുന്നത്. ഇവര് ഇതിനകത്ത് വർഗീയത കാണാതെയും ജാതീയത കാണാതെയും അവർ ഭരിക്കട്ടെ, അദ്ദേഹം കയറിയതല്ലേ ഉള്ളൂ. മുസ്ലിം ലീഗിന്റെ കളിപ്പാവയാകാൻ അങ്ങനെ ആകുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിലാണ് കാലം മാറിയ വസ്തുത മുസ്ലിം ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ അങ്ങനെ ഇടപെടലൊന്നും അവർ ഒരിക്കലും വരികയുമില്ല. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഉരുണ്ടുകളി തുടരുക തന്നെ ചെയ്യും. മറ്റേ പെരുന്നയിലെ പോപ്പിന് പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഭരണം നമ്മുടെ കയ്യിൽ, നായന്മാരുടെ കയ്യിൽ നിന്ന് പിൻസീറ്റിലൂടെ മുസ്ലിങ്ങൾ നടത്തുന്നു എന്നൊരു പരാതി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ.